ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഈസി മെക്രോണി റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് മെക്രോണി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതേ വെള്ളം വെച്ച് അതിലേക്ക് ഈ മെക്രോണി ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ആ വേവുന്ന ടൈമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഞാനിവിടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ക്യാരറ്റിൻ്റെ ഒരു പീസുമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അതിലിടാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ മെക്രോണി വെന്ത് വെള്ളം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിലേക്ക് ഈ വേവിച്ച് വെച്ച മെക്രോണി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിലേക്ക് സോസ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇഫ് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ സോസ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതിൽ ചില്ലി സോസും ടൊമാറ്റോ സോസും യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് പുറത്ത് കുറച്ച് കുരുമുളക് പൊടി മല്ലിയിലയും കൂടിയിട്ട് ഇട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മെക്രോണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.